അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. പ്രിയമുള്ള മോമിനാത്തുകളെ, നാം റബീഉൽ ആഖിർ മാസത്തിൽ മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സ്മരിച്ചു. ജുമാദുൽ അവ്വൽ മാസത്തിൽ അഹ്മദുൽ കബീർ റിഫാഹി റളിയല്ലാഹു അൻഹുവിനെ സ്മരിച്ചു. ജുമാദുൽ ആഖിർ മാസത്തിൽ നാം സ്മരിക്കേണ്ടത്, ഓർക്കേണ്ടത് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിനെയാണ്. കാരണം വലിയ മഹാനാണ്, വലിയ പ്രഭാഷകനാണ്. സ്വന്തം നാടും വിട്ടുകൊണ്ട് വൈജ്ഞാനികമായ കാര്യത്തിന് വേണ്ടി മഹാനവറുകൾ യാത്ര തിരിച്ചു. അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം തൻ്റെ നാടാകുന്ന തൂസി എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ ചുരുക്കത്തിൽ മഹാനവറുകൾ ജുമാദുൽ ആഖിർ 14 തിങ്കളാഴ്ച രാവിലാണ് മഹാനവറുടെ വഫാത്ത്. മഹാനവറുകൾ വഫാത്താകുന്നതിൻ്റെ മുമ്പ് അഥവാ സുബിഹിക്ക് തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റുകൊണ്ട് വുളു എടുത്തു, 2 റക്അത്ത് നിസ്കരിച്ചു, കഫൻ തുണി എടുത്ത് കണ്ണിൽ വെച്ചതിനെ ചുംബിച്ചു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, മലക്കുൽ മൗത്തിനോട് പറഞ്ഞു, വരാ, സ്വാഗതമാണ്, ഞാൻ പരിപൂർണമായി നിന്നെ അനുസരിച്ചു കൊള്ളാം, എനിക്കൊരു പേടിയുമില്ല, ഒരു വെപ്രാളവുമില്ല, പരിപൂർണമായി ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു, സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ മലക്കുൽ മൗത്തിനെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ജുമാദുൽ ആഖിർ 14 തിങ്കളാഴ്ച രാവിൽ മഹാനവറുകൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു വഫാത്തായി. മഹാനവറുകൾ വഫാത്തായതിന്റെ ആണ്ടിന്റെ ദിവസമാണ് ഇന്ന്. ജുമാദുൽ ആഖിർ 14 അതുകൊണ്ട് എൻ്റെ ഈ ചാനൽ കാണുന്ന മോമിനാത്തുകൾ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന് ഒരു ഫാത്തിഹയെങ്കിലും ഓതി ഹദിയ ചെയ്യുക. അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ നന്നാക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.